വിലയാണ്. വിപണിയിൽ ഇപ്പോ വലിയ വിലയാണ്. ഇപ്പൊ ഒരാൾ പറയല്ലേ എന്നെ ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞ് ഇറക്കണ കാലൊക്കെ പോയി. എന്നാ പിന്നെ ഇങ്ങോട്ട് തന്നാൽ എന്റെ കിഡ്നി തൂറ്റാലും കിട്ടുമല്ലോ 25 ലക്ഷം. അവിടേക്ക് എത്തിയപ്പോ കാലം എന്റെ കണ്ണ് കൊടുത്താലും കിട്ടും ഒരു 30 ലക്ഷം, എന്റെ കരണ് കൊടുത്താലും കിട്ടും ഒരു 60 ലക്ഷം. മൊത്തം എവിടെ കൊണ്ടുപോയി പണയം വെച്ചാലും ഒരു 1.5-2 കോടി റുപ്യൊക്കെ ഉണ്ട് ഏത് കൊള്ളരുതാത്തവനും. ഏത് റിസർവ് ബാങ്കിലും ഉണ്ടായാലും ഈ സാധനത്തിന് 2 കോടി വില കിട്ടും. സുബ്ഹാനല്ലാഹ്. അപ്പൊ അല്ലാഹു തആല ചെയ്ത നിഅമത്ത് അത് ഞാനിവിടെ വിശദീകരിക്കുന്നില്ല. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ശ്രേഷ്ഠമേറിയ അവയവം ഇസ്ലാം മതം പറഞ്ഞു കിഡ്നിയല്ല, ലിവറല്ല, ഹൃദയമല്ല, കണ്ണല്ല, മൂക്കല്ല, നാക്കല്ല, പല്ലല്ല. ഏതാണ്? അഷ്റഫുൽ അഅ്ലാ. മുഖമാണ്, മുഖമാണ്, മുഖമാണ്. മുഖത്തിലെ ഏറ്റവും ശ്രേഷ്ഠമേറിയ ഭാഗം നെറ്റിത്തടമാണ്. ആ നെറ്റിത്തടം നിലത്ത് വെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ മുമ്പിൽ കമിഴ്ന്ന് കിടന്നിട്ട് നെറ്റി നിലത്ത് വെച്ചിട്ട് കൈയൊക്കെ കുത്തിപ്പിടിച്ചിട്ട് കാലിന്റെ വിരലുകളുടെ പള്ള അമർത്തി വെച്ചിട്ട് മുട്ടുകുത്തിയിട്ട് മൂക്ക് നിലത്ത് മുട്ടിച്ച് അല്ലാഹുവിനെ നമിക്കുന്ന സുജൂദുണ്ടല്ലോ, അഷ്റഫുൽ ഖൽഖ് തങ്ങൾ പറയാണ്, ഒരാൾ സുജൂദിൽ കിടക്കുന്ന സമയോ അവൻ ചെയ്തു പോയ സകല പാപങ്ങളോ അല്ലാഹുവിന്റെ മലക്കുകൾ അവന്റെ തലയ്ക്ക് മുകളിൽ കൊണ്ടുവന്ന് വെക്കുകയാണ്. ആ സുജൂദിൽ നിന്ന് തല ഉയർത്തുന്ന സമയം വരെ ആ പാപങ്ങളെ അല്ലാഹു പൊറുത്തുകൊണ്ടിരിക്കുമെന്ന് ഖാല റസൂലുള്ളാഹ്. ആ സുജൂദ് നിസ്കാരത്തിൽ വന്നതാണ്. നിസ്കാരം ശരീരം കൊണ്ട് ചെയ്യുന്ന ആരാധനകളിൽ ഏറ്റവും ശ്രേഷ്ഠമേറാതുള്ള കാരണം ഞാനൊരു സയന്റിഫിക്കൽ കാര്യം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. കൃത്യമായി സുജൂദ് ചെയ്യുന്നവന് തലക്ക് ക്യാൻസർ വരില്ല മോനെ. കൃത്യമായി വെള്ളം കുടിച്ച് ഭക്ഷണം കഴിക്കുന്നവന് വയറിന് അസുഖമില്ല. കൃത്യമായി റുക്കൂ ചെയ്യുന്നവന് തണ്ടലിന് ബാക്ക് പെയിൻ ഇല്ല. കൃത്യമായി നിസ്കരിക്കുന്നവന് ആരോഗ്യത്തിന് കേടില്ല. ആ നിലയ്ക്ക് നമ്മുടെ ആരോഗ്യം കാക്കാൻ അല്ലാഹു നിസ്കാരത്തിൽ ഒരുപാട് സംവിധാനം വെച്ചിട്ടുണ്ട്. അത് കൃത്യമായി ചെയ്യാതെ നമ്മൾ യോഗയുടെ പുറകെ ഓടിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് സുബഹിയുടെ മുമ്പ് 2 റക്അത്ത് നിസ്കരിച്ചോ. ഫത്ഹുൽ മുഈൻ എന്ന കിതാബ് മറിച്ചു നോക്കിയാ കാണാം സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തി വെച്ചു, ഒരാൾ സുബഹിയുടെ മുമ്പ് സ്ഥിരമായി 2 റക്അത്ത് നിസ്കാരം പതിവാക്കിയാൽ അവന് ബാസൂറിന്റെ അസുഖമില്ല. വാട്ട് ഈസ് ദ മീനിങ് ബാസൂർ? മലയാളത്തിൽ പറയുന്ന മൂലക്കുരുവിന്റെ അസുഖമില്ല. മൂലക്കുരുവിന്റെ അസുഖം വരാതിരിക്കാൻ സുബഹി നിസ്കാരത്തിന് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിങ്ങൾ നിർബന്ധമായി നിസ്കരിച്ചോ. ആ നിലക്ക് നമ്മുടെ ഇസ്ലാമിക കർമ്മശാസ്ത്രം നോക്കുമ്പോൾ എല്ലാത്തിനും പരിഹാരം പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാനൊരു കാര്യം പറഞ്ഞു പോയപ്പോ പറഞ്ഞതാണ്, വൈദ്യശാസ്ത്രത്തിന്റെ പിതാവ് ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹുവാണ്. ആദ്യമായി വയറോപ്പറേഷൻ നടത്തിയത് ലുക്മാനുൽ ഹക്കീം തങ്ങളാണ്. ഓപ്പറേഷൻ നടത്തിയത് മാത്രമല്ല, ബോധം കെടുത്താതെ ഓപ്പറേഷൻ നടത്തിയ ആളാണ് ലുക്മാനുൽ ഹക്കീം തങ്ങൾ. ഇപ്പൊ ഒരാളുടെ വയറോപ്പറേഷൻ നടത്തണമെങ്കിൽ മംഗലാപുരത്തെ നമ്മുടെ ഏനപ്പായി ഹാജിയുടെ ഹോസ്പിറ്റലിൽ പോയാലോ, ഷെട്ടിയുടെ ആശുപത്രിയിൽ പോയാലോ, കസ്തൂർബ മെഡിക്കൽ കോളേജിൽ പോയാലോ ഓപ്പറേഷൻ നടത്തണമെങ്കിൽ അനസ്തേഷ്യ വേണം, ബോധം കെടുത്തണോ. എന്നാൽ ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഓപ്പറേഷൻ നടത്തിയത് അനസ്തേഷ്യ കൊടുക്കാതെ ബോധം കെടുത്താതെയാണ്. ആ ലുക്മാനുൽ ഹക്കീമിന്റെ വിവരമാണ് വൈദ്യശാസ്ത്രം. അത് പഠിക്കണം നമ്മൾ. അതിനുവേണ്ടിയാണ് പരിശുദ്ധ ഖുർആനിലെ 114 സൂറത്തുകളിൽ ഒരു സൂറത്തിന് അല്ലാഹു ലുക്മാന്റെ പേര് കൊടുത്ത് ആദരിച്ചത് സൂറത്തു ലുക്മാൻ. ഞാൻ അങ്ങോട്ട് കടന്നു പോകുന്നില്ല പ്രിയപ്പെട്ടവരെ. അങ്ങനെ പറയുകയാണെങ്കിൽ ഒരുപാട് ഇൽമിന്റെ ശാഖോപശാഖകൾ പറയാനുണ്ട്. ഞാൻ കടന്നു പോകുന്നില്ല. അതുകൊണ്ട് നമ്മൾ അല്ലാഹുവിന്റെ ഇൽമിനെ പറ്റി പഠിക്കണോ, ആധികാരികമായി പഠിക്കണോ. നമ്മൾ എത്ര പഠിച്ചാലും ഖിയാമത്ത് നാൾ വരെ പിന്നെയും പുതിയ സംഭവങ്ങൾ വരുമ്പോ ആലിമീങ്ങളെ കൊണ്ടുവന്ന് ഇതുപോലെ വാലുകൾ വെച്ച് മതപ്രഭാഷണങ്ങൾ വെച്ചിട്ട് ഇസ്ലാമിന്റെ ആനുകാലിക കാര്യങ്ങള് നമ്മൾ വസ്തുനിഷ്ഠമായി പഠിക്കണമെന്ന് ഞാൻ എന്റെ സഹോദരിമാരോട് അഭ്യർത്ഥിക്കുന്നു.